യമ്മി അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മളുടെ എല്ലാം ഫേവറേറ്റ് ആയിട്ടുള്ള മസാല കടലയാണ്. ഇത് സാധാരണ നമ്മൾ ബേക്കറികളിൽ നിന്നൊക്കെയാണ് വാങ്ങിക്കാറുള്ളത്. എന്നാൽ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് നമ്മൾക്കിത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഈ മസാല കടല എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 2 കപ്പ് നിലക്കടല വെച്ചിട്ടാണ് മസാല കടല ഉണ്ടാക്കി കാണിക്കുന്നത്. ഇത് വറുക്കാത്ത പച്ചക്കടലയാണ്. നമ്മൾ എപ്പോഴും മസാല കടല ഉണ്ടാക്കാൻ എടുക്കുന്നത് തോലോട് കൂടിയിട്ടുള്ള കടലയായിരിക്കണം. ഇതിലേക്ക് നമ്മൾ മസാലയൊക്കെ ചേർക്കുന്നതിന് മുമ്പ് തന്നെ കടല ചെറുതായി ഒന്ന് നനച്ചു കൊടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ കടലയിലേക്കും ഒരുപോലെ ജലാംശമാവുന്നതിന് വേണ്ടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കടലയിലെ എല്ലാ ഭാഗത്തേക്കും നന്നായി വെള്ളം നനഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾക്ക് ഒരു 4-5 അല്ലി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ചതയ്ക്കുന്നതിന് പകരം നിങ്ങൾക്ക് പേസ്റ്റ് വേണമെങ്കിലും ഇട്ടുകൊടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ 2 തണ്ട് കറിവേപ്പില ചെറുതായി നുറുക്കിയതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നല്ല ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ കളറിനും എരിവിനും വേണ്ടി 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോ മുളക് പൊടിയൊക്കെ കടലയിലേക്ക് നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമ്മൾക്ക് ഇതിലേക്ക് 1 കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കാം. 2 കപ്പ് കടല എടുത്തത് കൊണ്ട് തന്നെ അതിലേക്ക് 1 കപ്പ് കടലമാവ് ധാരാളം മതിയാവും. അതേപോലെ തന്നെ ഒരു ക്രിസ്പ്നെസ് കിട്ടാൻ വേണ്ടി 1/2 കപ്പ് അരിപ്പൊടി കൂടി എടുക്കണം. 1 കപ്പ് കടലമാവും 1/2 കപ്പ് അരിപ്പൊടിയുമാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് അല്പാൽപമായി വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. വെള്ളം ഒരിക്കലും കൂടിപ്പോവരുത്. ഈ മസാലപ്പൊടികളൊക്കെ നിലക്കടലയിലേക്ക് നന്നായി ഒന്ന് പിടിക്കുന്നത് വരെ അല്പാൽപമായി വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വീണ്ടും കുറച്ച് വെള്ളം കയ്യിലേക്ക് എടുത്തൊന്ന് തളിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾക്ക് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കടലയിലേക്ക് ഈ പൊടികളൊക്കെ നന്നായി ഒന്ന് യോജിച്ച് വരുന്നത് വരെ നമ്മൾക്ക് അല്പാൽപമായി വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിക്കരുത്, അപ്പം വെള്ളം കൂടിപ്പോവും. വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് കട്ടയായി കിടക്കും. ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് കിട്ടില്ല. അതുകൊണ്ടാണ് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴയ്ക്കാൻ പറയുന്നത്. ഇപ്പോൾ നിലക്കടലയൊക്കെ മസാലയിൽ പൊതിഞ്ഞ് നല്ല കറക്റ്റ് പാകത്തിന് വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് പാകം. ഇനി നമ്മൾക്കിത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. കടായിലേക്ക് എണ്ണ ഒഴിച്ച് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയതിനു ശേഷം നമ്മൾക്ക് കടല ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. എല്ലാം കൂടെ ഒരുമിച്ചിട്ടാൽ ചിലപ്പോൾ കൂടി കുഴഞ്ഞു പോവും. ഒരു 4-5 മിനിറ്റ് കൊണ്ട് തന്നെ കടലയൊക്കെ നന്നായി ഫ്രൈ ആയി വരും. ഇടയ്ക്കൊന്ന് ഇളക്കി നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എനിക്കിവിടെ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ മസാല കടല നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് നന്നായി ഒന്ന് മൊരിയിച്ചെടുത്ത് കടലയും കറിവേപ്പിലയും കൂടി നമുക്ക് കോരിയെടുക്കാം. ഇതേപോലെ തന്നെ ബാക്കി മസാല കടലയും നമ്മൾക്ക് ഫ്രൈ ചെയ്തെടുക്കാം.
കുറച്ച് നിലക്കടല ഉണ്ടെങ്കിൽ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ രുചിയിലും മണത്തിലുമുള്ള മസാലക്കടല നമ്മൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഇതേപോലെ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടുന്നതായിരിക്കും.